നമസ്കാരം. കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ മഹാകുംഭമേള നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ രാജ്യസഭാ എം ആയിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു പരാമർശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചൈന AI-യിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ കുംഭമേള നടത്തുന്നു എന്ന തരത്തിലായിരുന്നു അയാൾ അന്നൊരു പരാമർശം നടത്തിയത്. അതായത് ചൈന പുരോഗതിയിലേക്ക്, അതായത് പുതിയ നൂതന കാലത്തെ പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ എന്തോ പ്രാചീന കാലത്തേക്ക് പോകുന്നു എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അയാൾ നടത്തിയത്. അത് കേരളത്തിലല്ല നടന്നത്, ആ കുംഭമേള ഉത്തർപ്രദേശിലാണ് നടന്നത്. എന്നാൽ കേരളത്തിൽ കുംഭമേളയല്ല, മഹാമാഘം കുംഭമേള എന്നൊക്കെ ചിലർ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ കുംഭമേള എന്ന അർത്ഥത്തിലല്ല ആ സംഗതി ഇവിടെ നടക്കുന്നത്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയുന്നു. മാമാങ്കമായിട്ടൊക്കെ ബന്ധമുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ 1-2 തലമുറ ഇങ്ങനൊരു സംഗതി ഇവിടെ നടക്കുന്നതായിട്ട് കണ്ടിട്ടേ ഇല്ല. മലപ്പുറത്ത് തിരുനാവായ ആ നദിയുടെ, നമുക്കറിയാം, ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത് നടക്കാൻ പോകുന്നത്. അന്ന് ഉത്തർപ്രദേശിൽ നടന്ന ആ മഹാകുംഭമേളയ്ക്ക് എതിരെ എന്ന തരത്തിലാണ് ആ പരാമർശം നടത്തിയത് മലയാളിയായ ജോൺ ബ്രിട്ടാസ്. ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ സ്വന്തം നാട്ടിൽ അങ്ങനെയൊരു മഹാമാഘം നടക്കുന്നു. ഏതാണ്ട് കുംഭമേളയ്ക്ക് സമാനമാണ് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അത്രയും ആളുകളൊന്നും ഇവിടെ വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കൂട്ടത്തിലേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ വരും. അത് മലയാളികൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകി വരും. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെ ഇതിനെതിരെയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയോ ഒരു പരാമർശം പോലും ഒരൊറ്റ ഇടതുപക്ഷക്കാരെ പോലും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭ MP. മറ്റൊരു സംസ്ഥാനത്ത് നടന്ന ആ മഹാകുംഭമേളയ്ക്ക് പറ്റി അതിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഇകഴ്ത്താൻ വേണ്ടിയിട്ട് അന്ന് ചൈനയെ കൂട്ടുപിടിച്ച് ഒരു പരാമർശം നടത്തിയ വ്യക്തിക്ക് ഇന്നിപ്പോൾ വായിൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയിലാണ്. അനക്കമില്ല. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നോക്കിയാലും ഒരൊറ്റ ഇടതുപക്ഷക്കാരൻ പോലും ഇതിനെ പരാമർശിക്കുന്ന പോലുമില്ല. പ്രത്യേകിച്ചും വിമർശിക്കാൻ വേണ്ടിയിട്ട് ചില സുഡാപ്പികളും ജിഹാദികളും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഹൈന്ദവൻ ഒരുമിക്കുന്നു അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വലിയ കൂട്ടായ്മ എവിടെ രൂപപ്പെട്ടാലും അവർക്ക് അങ്കലാപ്പാണ്. അതിനാൽ പണ്ട് തൊട്ടേ അവരങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് കുറേ കൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഇടതുപക്ഷക്കാരൻ പോലും ഇതിനെതിരെ ഒരു പരാമർശം പോലും നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരത് ചെയ്യുന്നില്ല. ഒന്നാമതേ അടുത്ത തിരഞ്ഞെടുപ്പ് നമ്മുടെ തൊട്ട് അടുത്ത് എത്തി നിൽക്കുകയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ പ്രയത്നിച്ചുകൊണ്ടിരുന്നത്? ഈ പ്രീണനമെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ആ വോട്ടെല്ലാം അട്ടപടലെ UDF-ലേക്ക് പോകുന്ന കാഴ്ച കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും കണ്ട്, അതിന് മുമ്പുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കണ്ട്. കുറേ കാലം കൊണ്ട് ഹൈന്ദവനെ വെറുപ്പിച്ചിട്ട് മറ്റു ചിലരെ പ്രീണിപ്പിച്ചു അവർ സമാഹരിച്ചിരുന്ന വോട്ട് മുഴുവൻ പോവുകയും ഒടുവിൽ തങ്ങളുടെ അടിത്തറ വോട്ടുകൾ കൂടി തങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന ഘട്ടമെത്തി നിൽക്കുമ്പോഴാണ് ഈ 2 സംഗതികൾ നടക്കുന്നത്. അതിൽ ഒരെണ്ണം കേരളത്തിന് പുറത്തായിരുന്നുവെങ്കിൽ അതിനെ മറ്റ് CPM നേതാക്കളോ CPI നേതാക്കളോ ഒന്നും വലുതായിട്ട് വിമർശിച്ചില്ല. പക്ഷേ ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭാ MP അതിനെതിരെ പരാമർശം നടത്തി. അയാൾക്ക് പോലും ഇവിടെ ഇപ്പോൾ ഇത് നടക്കുന്നതിനകത്ത് ഒരക്ഷരം മിണ്ടാനില്ല. മാത്രമല്ല, ഡോക്ടർ ഷിജു ഖാൻ എന്ന് പറഞ്ഞ DYFയുടെ നേതാവ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പോസ്റ്റ് ചെയ്ത, അയാളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് തമിഴ്നാടിൻ്റെ പൊങ്കലിന് ആശംസ നേർന്നിരിക്കുന്ന ഡോക്ടർ ഷിജു ഖാൻ എന്ന മുസ്ലിം നാമധാരിയെ നോക്കൂ. അടുത്തതായിട്ട് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ ക്ഷേത്രമുണ്ട്. അവിടെ ലക്ഷദീപം അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അവിടെ ആ ചടങ്ങിന് പോവുകയും അതിൽ പങ്കുകൊള്ളുകയും അതിന് മുന്നിൽ നിന്ന്, ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവിടെ ദീപാലങ്കാരം മറ്റൊക്കെ ഉണ്ട്, അതിന് മുന്നിൽ നിന്നുള്ള ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇവർക്കൊന്ന് മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴാണ്, പണ്ട് സാവർക്കർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഹിന്ദു എന്നാണോ അവൻ്റെ ശക്തി മനസ്സിലാക്കി ഒരുമിക്കുന്നത്. അന്ന് കോൺഗ്രസ്സുകാരെ പറ്റിയാണ്. കോൺഗ്രസ് കോട്ടിൻ്റെ പുറത്തൂടെ പൂണൂരിടും എന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ബാധകമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തങ്ങൾക്ക് ഇവരോടൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തുടക്കമായിട്ടായിരിക്കും ശബരിമലയിൽ അവരൊരു ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തി തുടക്കമിട്ടത്. ഇപ്പോൾ ഇങ്ങനൊരു മഹാമാഘം നടക്കുന്നു, അതിനെതിരെ പോലും ഇല്ല. എന്നാൽ സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്, അതിന് പരസ്യം കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വലിയൊരു സംഗമം നടക്കുമ്പോൾ ക്രമസമാധാന പാലനവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ സർക്കാർ ഒരുക്കി കൊടുക്കണമല്ലോ. പക്ഷേ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ അതിന് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് സർക്കാരിന് നികുതി വരുമാനം കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇവിടെ അത് അത്ര പരസ്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിലും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലാതെ ഇതുപോലെ ഒരു വലിയ ഒരു ഈവൻറ്റ് നടക്കില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവരൊന്നും മിണ്ടുന്നില്ല. ഷിജു ഖാനെ പോലെയുള്ളവർ നമ്മൾ മുമ്പ് കാണാത്ത രീതിയിൽ ചില ഉത്സവങ്ങൾക്കും ചില ഹൈന്ദവരുടേതായിട്ടുള്ള ചില കൂട്ടായ്മകൾക്കൊക്കെ പരസ്യമായിട്ട് തന്നെ പിന്തുണ കൊടുക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ കാണുമ്പോഴാണ് പണ്ട് സാവർക്കർ പറഞ്ഞ കാര്യം എത്ര കൃത്യമായിരുന്നു, കറക്റ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.